കലൂരിലെ നൃത്ത പരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് കൊച്ചി നഗരസഭയും ഒരുങ്ങുകയാണ്. റവന്യൂ, ഹെൽത്ത്, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സെക്രട്ടറിക്ക് നഗരസഭ നിർദ്ദേശം നൽകി. പരിപാടിക്ക് ലൈസൻസ് അപേക്ഷ നൽകിയത് മേലധികാരികളെ അറിയിക്കാതെ മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങളുമായി. അഞ്ജലി, ഇപ്പോൾ അന്വേഷണം ഏത് രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്? നഗരസഭയുടെ അന്വേഷണവും തുടങ്ങിയിരിക്കുകയാണല്ലോ. നഗരസഭ എന്താണ് അന്വേഷിക്കുന്നത്? സ്മൃതി, അതായത് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നു കലൂർ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേജ് പരിപാടികളാണെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി ലഭിക്കണം. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള പണം പിരിവ് നടത്തിയിട്ടുള്ള പരിപാടിയാണെങ്കിൽ റവന്യൂ വിഭാഗത്തിന്റെ അനുമതി ഉണ്ടാവണം. കൂടാതെ ഈ ഹെൽത്ത് വിഭാഗത്തിന്റെ അനുമതിയും ഈ പരിപാടിക്ക് വേണമായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അനുമതിയും നഗരസഭ ഇവർക്ക് നൽകിയിട്ടില്ല. കാരണം നഗരസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ സമീപനം. ഇത്തരത്തിൽ ടിക്കറ്റ് വാങ്ങാതെയും കൂടാതെ യാതൊരുവിധ കൺസ്ട്രക്ഷൻ പരിപാടിയും സ്റ്റേഡിയത്തിൽ നടക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ സംഘാടകർ നഗരസഭയെ സമീപിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള പരിപാടിക്ക് ലൈസൻസിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു തലേ ദിവസം, അതായത് പരിപാടി നടക്കുന്ന തലേ ദിവസം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഈ ഉദ്യോഗസ്ഥ അവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. പക്ഷേ യാതൊരുവിധ കൺസ്ട്രക്ഷനും അന്ന് നടന്നില്ല. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ ഈ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്. ശേഷം പരിപാടി നടക്കുന്ന ദിവസം, അതായത് നൃത്ത പരിപാടി നടക്കുന്ന ദിവസം ഈ ഹെൽത്ത് വിഭാഗം ആളുകൾ അവിടെ പരിശോധനയ്ക്ക് എത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഹെൽത്ത്, റവന്യൂ, ഈ മറ്റു വിഭാഗങ്ങളിലെല്ലാം അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് നഗരസഭ പരിശോധിക്കാൻ പോകുന്നത്. കാരണം ഇത്രയും വലിയ 12,000-ത്തിലധികം വിദ്യാർത്ഥികൾ, ഈ നർത്തകർ പങ്കെടുക്കുന്ന പരിപാടി, കൂടാതെ ആളുകളെ 150 രൂപ മുതൽ 200 രൂപ വരെ ഈ ടിക്കറ്റ് ഫീസ് ഈടാക്കിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ സാമ്പത്തിക നേട്ടമൊന്നും ലക്ഷ്യം വെക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സംഘാടകർ. ഹെൽത്ത് വിഭാഗം ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ സ്റ്റേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് എന്ത് കാര്യമെന്നൊരു സംശയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് ഈ സസ്പെൻഷൻ എന്നാണ് അവർ വിശദീകരിക്കുന്നത്? സ്മൃതി, അതായത് ഈ ഹെൽത്ത് വിഭാഗത്തിന്റെ അടുത്തേക്ക് ഇവർ അപേക്ഷയുമായി എത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഈ ഒരു യാതൊരുവിധ, അതായത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊന്നും സ്റ്റേഡിയത്തിൽ നടക്കുന്നില്ല. കൂടാതെ ഈ പണപ്പിരിവ് നടക്കുന്നില്ല. ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആളുകളില്ല എന്നൊക്കെയാണ് ഇവർ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ലൈസൻസിന്റെ ആവശ്യമില്ല എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ സംഘാടകരെ അറിയിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം, അതായത് പരിപാടികൾ നടക്കുമ്പോൾ, അഞ്ജലി, ഹെൽത്ത് ഇൻസ്പെക്ടർ ചുമതല യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ എന്താണ്? ആളുകൾ കൂടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടോ? അതാണോ മനസ്സിലാക്കേണ്ടത്? ഉണ്ട് സ്മൃതി. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ഒരുപാട് ആളുകൾ കൂടുന്ന പരിപാടിയാണ്. കൂടാതെ അവിടെ ഈ ആളുകളെല്ലാം കൂടുന്ന പരിപാടിയല്ല, ആംബുലൻസ് സൗകര്യം വേണം. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മെഡിക്കൽ സംഘം അവിടെ എത്തിച്ചേരേണ്ട. ഇതൊക്കെ പരിശോധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഹെൽത്ത് വിഭാഗമാണ്. അതിനാൽ തന്നെ ഇവർ ആദ്യം തന്നെ ഹെൽത്ത് വിഭാഗത്തിന്റെ അനുമതിക്കാണ്, അതായത് പരിപാടി നടക്കുന്ന തലേ ദിവസമാണ് എത്തിയതെന്ന് നമ്മൾ ഓർക്കണം, ആ സമയത്ത് എത്തിച്ചേർന്നത്. പക്ഷേ അവർ ഈ രീതിയിൽ കബളിപ്പിച്ചതിനാൽ തന്നെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതിന്റെ അനുമതി ആവശ്യമില്ല, ഈ ഒരു പരിപാടി അതിനാൽ അതിന്റെ ആവശ്യം പിന്നീട് വരികയായിരുന്നു എന്നാണ്. അന്നത്തെ അപകടത്തിന് ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. ആംബുലൻസ് സൗകര്യം അവിടെ നേരത്തെ ഒരുക്കിയിരുന്നില്ല എന്നടക്കമുള്ള വിവരങ്ങൾ വന്നിരുന്നപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉമാ തോമസിന് സംഭവിച്ച വലിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അഞ്ജലി ശ്രീജിത രാജാണ് വിവരങ്ങൾ നൽകിയത്.